പ്രശസ്ത ഗായിക എസ് ജാനകിയുടെ ഏകമകൻ മുരളീകൃഷ്ണ അന്തരിച്ചു. നടൻ രവി മേനോനാണ് ദുഃഖവാർത്ത സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നിഴൽ പോലെ എന്നും ഏത് നിമിഷവും ജാനകിയമ്മയുടെ കൂടെയുണ്ടായിരുന്ന ആളായിരുന്നു മുരളിയെന്നും മുരളി ഇനിയില്ല എന്ന സത്യവുമായി ഈ അമ്മ എങ്ങനെ പൊരുത്തപ്പെടുമെന്നും രവി മേനോൻ കുറിച്ചു. മുരളി വിടവാങ്ങി. ജാനകിയമ്മയുടെ ഒരേയൊരു മകൻ. നിഴൽ പോലെ എന്നും ഏത് നിമിഷവും കൂടെയുണ്ടായിരുന്ന ഒരാൾ. സ്വന്തം ജീവന്റെ ഒരംശം തന്നെയായിരുന്നു ജാനകിയമ്മയ്ക്ക് മുരളീകൃഷ്ണ. ഭർത്താവിൻ്റെ വിയോഗശേഷം വിശേഷിച്ചും മുരളി ഇനിയില്ല എന്ന സത്യവുമായി എങ്ങനെ പൊരുത്തപ്പെടും? 88കാരിയായ ഈ അമ്മയുടെ മനസ്സ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത്. ചെന്നൈ നീലാങ്കരയിലെ വീട്ടിൽ വെച്ച് 3 പതിറ്റാണ്ട് മുൻപ് ആദ്യം കാണുമ്പോൾ സംഗീത സ്വപ്നങ്ങളുടെ ലോകത്തായിരുന്നു മുരളീകൃഷ്ണ. സ്വയം സംഗീത സംവിധാനം നിർവഹിച്ച ഇൻഡി പോപ്പ് ശൈലിയിലുള്ള കുറച്ച് പാട്ടുകളുടെ ട്രാക്ക് കേൾപ്പിച്ച ശേഷം മുരളി പറഞ്ഞു, സംഗീതത്തിൽ സ്വന്തമായ ഒരു വഴി കണ്ടെത്തണം. ഈ ആൽബം പുറത്തിറങ്ങിയാൽ നമ്മുടെ കഴിവുകൾ ജനം മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ. ആ ആൽബം പുറത്തിറങ്ങിയോ എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് മുരളി പിന്നീടൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല. വ്യക്തിജീവിതത്തിലെ അപശ്രുതികളുമായി സമരസപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും അമ്മയുടെ നിഴലിൽ നിന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ല ആ മകൻ. എത്ര തീവ്രമായിരിക്കും മകന്റെ അകാല വിയോഗമേൽപ്പിച്ച ആഘാതമെന്ന് ഊഹിക്കാനാകും നമുക്ക്. ഈ വേദന സഹിക്കാൻ ഈശ്വരൻ ആ അമ്മയ്ക്ക് ശക്തിയേകട്ടെ പ്രാർത്ഥനകളോടെ എന്നാണ് രവി മേനോൻ കുറിച്ചിരിക്കുന്നത്. മുരളിയുടെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത ഞെട്ടിച്ചുവെന്ന് പ്രശസ്ത ഗായിക ചിത്രയും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിച്ചിട്ടുണ്ട്. സ്നേഹനിധിയായ ഒരു സഹോദരനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും ചിത്ര തൻ്റെ കുറിപ്പിൽ പറഞ്ഞു. ഇന്ന് രാവിലെ മുരളി അണ്ണയുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ ഏകമകൻ പെട്ടെന്നുള്ള വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സ്നേഹനിധിയായ ഒരു സഹോദരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അസഹനീയമായ വേദനയും ദുഃഖവും മറികടക്കാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ. പരേതനായിട്ടുള്ള ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഓം ശാന്തി. ഇങ്ങനെയാണ് ചിത്ര തൻ്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് എസ് ജാനകിയുടെ മകന്റെ മുരളിയുടെ മരണവാർത്തയിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്.